പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന പാസ്റ്റർ ബെന്നി അവറുകൾക്കും പ്രയർ സെൻറ്ററിലെ സീനിയർ പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ രാജു പൂവക്കാൽ അവറുകൾക്കും കുടുംബത്തിനും കൂടെ നിന്ന് ശുശ്രൂഷയിൽ ആത്മീയ ശുശ്രൂഷ നിർവഹിക്കുന്ന ബഹുമാന്യരായ കർത്തൃദാസന്മാർക്കും പാസ്റ്റർ ബോസം കുരുള് അവറുകൾക്കും ഇന്നത്തെ ആരാധനയുടെ ആരംഭത്തിൽ സംഗീത ശുശ്രൂഷ നിർവഹിച്ച പ്രിയ കർത്തൃദാസൻ, സഹോദരി, സഹോദരന്മാർ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ വന്ദനം. ഞാൻ മേപ്രായിൽ നിന്ന് വന്നു എന്ന് ഓർപ്പിച്ചപ്പോൾ പ്രിയ രായിച്ചായനും അമ്മണി മാമിയുടെ കൂടാണ് ഞാനിന്ന് ഇവിടേക്ക് വന്നത്. അവരുടെ കൂടെ വന്നതുകൊണ്ട് ഒന്നും കൂടി ഒരു ധൈര്യത്തോടാണ് വന്നത്. കാരണം പ്രിയ കുടുംബം ഇവിടെയുള്ള ദൈവസഭയ്ക്ക് വളരെ അനുഗ്രഹമാണ്. അവരോടൊത്ത് ഇന്നിവിടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അവസരം ലഭിച്ചതിലും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനും പ്രിയ പാസ്റ്റർ രാജു പൂവക്കാൽ അവറുകളും കുടുംബപരമായി ഉള്ള ബന്ധം ഞങ്ങൾക്ക് ഉണ്ട്. ആ ബന്ധം നിലനിൽക്കുമ്പോൾ തന്നെ ആത്മീയമായ ബന്ധവും ആ നിലയിൽ ശുശ്രൂഷയിൽ ഒരുമിച്ച് സഹകരിക്കുകയും ചെയ്യുന്നു. ശുശ്രൂഷാ രംഗങ്ങളിൽ ഞാൻ പഠിക്കുന്ന പല കാര്യങ്ങളും പ്രായോഗികത്തിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നുകൊണ്ട് എനിക്ക് പലപ്പോഴും എൻ്റെ ജഡം ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് ശുശ്രൂഷിപ്പാനും ജീവിപ്പാനും എനിക്ക് കഴിയുകയില്ല. ഞാൻ ഓർപ്പിച്ചത് ഓരോ ദിവസം കഴിയും തോറും എന്നെ തന്നെ ശുദ്ധീകരിക്കേണ്ടി വരുന്നത് കൊണ്ടും ദൈവവചനത്തിൻ്റെ മുമ്പിൽ എന്നെ തന്നെ കാണേണ്ടി വരുന്നത് കൊണ്ടും പലപ്പോഴും പല കാര്യങ്ങളിൽ നിന്നും ഞാൻ അകന്ന് നിന്ന് ശുശ്രൂഷിക്കുന്ന ഒരു സാധാരണ സുവിശേഷകനാണ്. അതുകൊണ്ട് ഈ ഉപവാസ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുമ്പോൾ നാളിതുവരെയുള്ള ഉപവാസ പ്രാർത്ഥനയ്ക്ക് യോജിക്കാത്ത വിധത്തിൽ ഈ പാസ്റ്റർ ഇവിടെ നിന്ന് ശുശ്രൂഷിക്കുന്നല്ലോ എന്ന് ആരംഭത്തിലൊരു മാർക്കിടരുതെന്ന് സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കുന്നു. ഞാനിപ്പോൾ ഓർക്കും, ഇന്നിവിടെ ഞാൻ ജീവനോടെ നിൽക്കുന്നത് ഈ തോലശ്ശേരി, കൊളക്കാട്, തിരുവല്ല ഭാഗങ്ങളിലൂടെ ഇന്ന് ഞാൻ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ 20ാമത്തെ വയസ്സിലൊക്കെ ഞാൻ ഇതുവഴി SD എന്ന ബൈക്കിൽ പോയ ആ കാര്യങ്ങളൊക്കെ ഞാൻ ഓർക്കും. ഒരു ബോധവുമില്ലാതെ, ഒരു പൊക്കണവുമില്ലാതെ, ഒരു റൂളും റെഗുലേഷനും അനുസരിക്കാതെ 2 പേർ കയറേണ്ട ബൈക്കിൽ 3-4 പേരെ കയറ്റിക്കൊണ്ട് ഒരു കൈ ഉയർത്തി ഇടത്തൂടെ ഓവർടേക്ക് ചെയ്ത് ഒരല്പ സെക്കൻഡ് മുമ്പിൽ ആരെങ്കിലും ബ്രേക്ക് ചവിട്ടിയെങ്കിൽ ചീത്ത വിളിച്ച് ഓണടിച്ച് ബഹളം വെച്ച് തിരുവല്ല പോലീസ് സ്റ്റേഷനിലെ ഒരു SI പോലൊക്കെ പെരുമാറിയതൊക്കെ ഇന്ന് ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പങ്ങ് തോന്നും. അന്ന് ഞാൻ ഓർത്തത് ഒരു ബൈക്കുണ്ടെങ്കിൽ ലോകം മുഴുവൻ കീഴ്പ്പെടുത്താമെന്ന്. ഇന്ന് ഞാൻ മനസ്സിലാക്കി, ഞാനൊരു ഭോഷനായിരുന്നു, ഞാൻ അറിവില്ലാത്തവനായിരുന്നു. എനിക്ക് പറ്റിയ തെറ്റെൻ്റെ തലമുറയ്ക്ക് വരരുത്, എൻ്റെ മക്കൾക്ക് വരരുത്. ഞാനതുകൊണ്ട് അവരോട് ആദ്യം തന്നെ ആ കാര്യങ്ങൾ പറയും. ഞാൻ ഓർപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ശിശുവായിരുന്നപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ചിന്തകളും ഒരു പുരുഷനാകുമ്പോൾ ചിന്തിക്കുന്ന ചിന്തയും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ
നമ്മൾ അറിഞ്ഞ കർത്താവും നമ്മളെ അറിഞ്ഞ കർത്താവും നമ്മുടെ വർഷങ്ങൾ തിരിഞ്ഞൊന്ന് നമ്മൾ നോക്കിയാൽ അന്നറിഞ്ഞ കർത്താവിനേക്കാൾ ഇന്നറിയുന്ന കർത്താവ് എത്ര സൗന്ദര്യമുള്ളവനാ, അവൻ എത്രമാത്രം വിശ്വസ്തനാ. അന്നറിഞ്ഞ കർത്താവ് അന്നറിഞ്ഞതിനേക്കാൾ കുറഞ്ഞതൊരു 100 മടങ്ങെങ്കിലും ഇന്ന് അവൻ അന്നത്തേക്കാൾ വിശ്വസ്തനാണെന്ന് ജീവിതത്തിൽ അന്തരാത്മാവിൽ ഉറപ്പുള്ള വിശുദ്ധന്മാർ മാത്രം അവരുടെ ആ വലതുകരം ഉയർത്തി ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയണം. 16 വയസ്സുള്ള എൻ്റെ മകൾ എൻ്റെ മുഖത്ത് നോക്കി എന്നോട് പറഞ്ഞു, ഡാഡിക്ക് എന്നോട് സ്നേഹമില്ല, ഡാഡിക്ക് മോനോടാ സ്നേഹം. ആ മകൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അവിടെ കൂടെ പാർത്തപ്പോൾ അവൾ പറഞ്ഞു, ഡാഡിക്ക് മോനോടുള്ള സ്നേഹം, എന്നോടാ ഡാഡിക്ക് സ്നേഹം. ഞാൻ എൻ്റെ മോളോട് പറഞ്ഞത് ഇങ്ങനെയാണ്, 16-ാമത്തെ വയസ്സിൽ നീ പറഞ്ഞത് തെറ്റൊന്നുമല്ല. അന്ന് നീ ഓർത്തത് നിന്നെ അല്പം ശകാരിച്ചു, നിന്നെ അല്പം വഴക്ക് പറഞ്ഞു, നിന്നെ അല്പം ഉപദേശിച്ചു. അപ്പോൾ നീ ഓർത്തു ഡാഡിക്ക് സ്നേഹമില്ലെന്ന്. എന്നാൽ ഇന്ന് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ അവൾക്ക് മനസ്സിലായി, അന്ന് എന്നോട് ഉപദേശിച്ച ഡാഡി എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് ഉപദേശിച്ചത്. കഴിഞ്ഞ കാലങ്ങളിൽ അപ്പൻ മക്കളെ ശിക്ഷിക്കുന്നത് പോലെ ദൈവം ശിക്ഷിച്ചു വളർത്തിയത് അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്ക് തന്നെയായിരുന്നുവെന്ന് അനുഭവത്തിൽ രുചിച്ചറിഞ്ഞ വിശുദ്ധന്മാരുണ്ടെങ്കിൽ അവർ മാത്രം ആ വലതുകരമൊന്ന് ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയണം. നമ്മുടെ ഹൃദയത്തിൽ ഓരോ ദിവസം കഴിയും തോറും നമുക്കറിയാം, പേടിച്ച് വിറച്ചൊക്കെയാണ് രൂബേനും ശിമയോനും ഒക്കെ യോസഫിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം ജോസഫിനെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ അവർ വിചാരിച്ചു ഇനി വരാൻ പോകുന്നത് കഷ്ടകാലമായിരിക്കും. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ കഷ്ടം 1 കഴിഞ്ഞു, കഷ്ടം 2 കഴിഞ്ഞു, 3-ാമത്തെ കഷ്ടം വരുന്നു. ജോസഫിൻ്റെ സഹോദരന്മാർ വിചാരിച്ചത് അപ്പൻ യാക്കോബ് മരിച്ചു, ഇനി കഷ്ടകാലമായിരിക്കും. എന്നാൽ സഹോദരന്മാർക്ക് തെറ്റിപ്പോയി. നിങ്ങൾ പൊട്ടക്കിണറ്റിലിട്ട ജോസഫ് നിങ്ങൾ വിചാരിക്കുന്ന ജോസഫ് അല്ല, അവൻ ദൈവം തിരഞ്ഞെടുത്ത ജോസഫാണ്. ഇന്നിവിടെ ഇരിക്കുന്ന എത്ര ദൈവമക്കൾക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയും, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ നമ്മുടെ കർത്താവ് അവൻ ആരാണെന്ന് ചോദിച്ചാൽ അവൻ എത്രമാത്രം വിശ്വസ്തനും കരുതലുമുള്ള ദൈവമാണ്. അവൻ്റെ കരുതലുകളും അവൻ്റെ വിശ്വസ്തതയും ധ്യാനിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ ഉറപ്പും നിർണയവുമുള്ള ദൈവമക്കൾക്ക് ഭൂമി കീഴ്മേൽ മറിഞ്ഞാലോ അവർക്ക് ധൈര്യത്തോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയോ. ഈ നല്ല കർത്താവിനെ ആ നിലയിൽ രുചിച്ചറിയുന്ന, ആ നിലയിൽ അനുഭവിച്ചറിയുവാൻ കൃപ ലഭിച്ച എല്ലാ ദൈവമക്കൾക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ നിലയിൽ അവനെ നമുക്ക് സ്നേഹിപ്പാനിടയാകട്ടെ. ഞാനത് ആരംഭത്തിൽ ഓർപ്പിച്ചത് ഈ 21 ദിവസത്തെ പ്രാർത്ഥനയിൽ ആത്മഭാരത്തോടുകൂടി സഭയായി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇവിടെ 1-2 വിഷയം ഓർപ്പിച്ചല്ലോ. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വരുവാൻ പോകുന്ന ഇലക്ഷനോടുള്ള ബന്ധത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഏറ്റവും പ്രാധാന്യമുള്ള സീരിയസ് വിഷയങ്ങൾ ദൈവസന്നിധിയിൽ വെച്ച് ഭാഗികമായും പൂർണ്ണമായുമൊക്കെ സഭയായി ഉപവസിക്കുന്ന ഈ പ്രാർത്ഥനയുടെ ഓരോ ദിവസം കഴിയും തോറും ഒന്നും കൂടെ ബലപ്പെട്ട് ദൈവസന്നിധിയിൽ വെച്ചിരിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടി ഒന്നും തടഞ്ഞു പോകാതെ, നഷ്ടപ്പെട്ടു പോകാതെ ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു വേദഭാഗം വായിച്ച് ദൈവവചനം ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നു. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18 മുതൽ താഴോട്ടുള്ള ആ വാക്യങ്ങൾ ഒന്ന് വായിക്കണമേ. വ്യർത്ഥവും പിതൃപാരമ്പര്യമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ.
അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു. നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചുകൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവന് തേജസ് കൊടുത്തുമിരിക്കുന്നു. എന്നാൽ സത്യം അനുസരിക്കയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിപ്പീൻ. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയും ആകുന്നു. പുല്ലുവാടി പൂവുതിർന്നു പോയി, കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. മതി. ദൈവമക്കളാകുന്ന നമ്മുടെ പാട്ടുകളിൽ കൂടുതലും ദൈവവചനം തന്നെയാണ് ഉള്ളത്. നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മൾ ദൈവത്തിൻ്റെ വചനം തന്നെ ആണ് ഉദ്ധരിച്ച് പ്രാർത്ഥിക്കുന്നത്. നമ്മളൊരു വ്യവഹാരത്തിൽ ഇടപെടുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ പെട്ടെന്ന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ വ്യവഹാരങ്ങൾ ചെയ്യുന്നത്. നമ്മൾ ഏത് കാര്യം ചെയ്താലും, ഒരു വിശ്വാസി ഏത് കാര്യം ചെയ്താലും, ഇപ്പോൾ ഒരു ഷോറൂമിൽ പോയി നമ്മളൊരു നല്ല പാത്രം വാങ്ങുമ്പോൾ ആ പാത്രം നല്ല കാര്യത്തിന് ഉപയോഗിക്കുന്നത് പോലെ ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ പെട്ടെന്ന് വരും. മാന്യ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മാനപാത്രങ്ങൾ പോലെ. ഞാൻ ഓർപ്പിച്ചതിൻ്റെ സാരാംശം, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രകാശനം അത് 24 മണിക്കൂറും, പ്രത്യേകിച്ച് ഉറക്കത്തിലും ഊണിലും ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിക്കുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, നിൻ്റെ ക്രിസ്തീയ ജീവിതത്തെ തടഞ്ഞു നിർത്തുവാനോ, നിൻ്റെ വിശ്വാസത്തെ എടുത്തു കളയുവാനോ, നിൻ്റെ ആരാധനയെ സ്റ്റോപ്പ് ചെയ്യുവാനോ, നിൻ്റെ പ്രത്യാശയെ കുഴിച്ചു മൂടുവാനോ ഒരൊറ്റ ശക്തിക്കും കഴിയത്തില്ല. കാരണം നീ നടക്കുന്നത് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലാണ്. അത് ഉറങ്ങുമ്പോൾ നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കും. നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത്, ഞാൻ പാർക്കുന്നത് അങ്ങ് മേപ്ര ഭാഗത്താണ്. അവിടെ പാടമുണ്ട്. ആ പാടത്തൊക്കെ ധാരാളം പോത്തുകൾ ഒക്കെ മെയ്യുന്ന സമയമൊക്കെ ഉണ്ട്. അത് പുല്ലൊക്കെ തിന്നതിന് ശേഷം ചെളിയിൽ മണിക്കൂറുകളോടുമൊക്കെ അത് കിടക്കാറുണ്ട് വെള്ളത്തിൽ. അതിനൊരു ബോധവും ഒന്നുമില്ല. അത് ബോധമില്ലാത്ത നിലയിൽ അത് കിടക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നീ കിടന്നുറങ്ങുമ്പോഴും നിൻ്റെ ഹൃദയം ദൈവത്തോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ഉറങ്ങുന്നു എങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. വാതിക്കൽ മുട്ടുന്ന എൻ്റെ പ്രിയൻ്റെ ശബ്ദം കേൾക്കത്തക്ക വിധത്തിൽ ആ ദൈവ സാന്നിധ്യം നന്നായി രുചിച്ചറിയുന്ന എത്ര ദൈവമക്കളുണ്ട്. സഭായോഗത്തിൽ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം വിലയുള്ളതാണ്. കോട്ടേജ് മീറ്റിങ്ങിൽ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം വിലയുള്ളതാണ്. ഉപവാസ പ്രാർത്ഥനയിൽ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം വിലയുള്ളതാണ്. എന്നാൽ അതിനേക്കാളെല്ലാം ഏറ്റവും വിലയുള്ളതാണ് തനിയെ നീ അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. ആ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു ദൈവ പൈതലിന് ഒരു കാരണവശാലും ഒരു കാലത്തും അവൻ്റെ ഉള്ളിൽ സ്തോത്രത്തിന് പഞ്ഞം വരികയില്ല. കാരണം അവൻ എപ്പോഴും ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു. ആ സാന്നിധ്യം രുചിച്ചറിയുന്ന ദൈവമക്കൾ മാത്രം ഒന്ന് ആത്മാവിൽ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാമോ? ആ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന ദൈവമക്കൾക്ക് ആ സാന്നിധ്യം, ദൈവവചനത്തിൽ ദൈവത്തിൻ്റെ ആ ജീവനുള്ള സാന്നിധ്യം ഒരു വ്യക്തിക്ക് അനുഭവിച്ചറിയുവാൻ കഴിഞ്ഞാൽ ഏത് പൊത്തിഫേറിൻ്റെ വീട്ടിലാണെങ്കിലും എന്തെല്ലാം നിലകളിലുള്ളതാകുന്ന നമ്മുടെ ജഡത്തെയും നമ്മുടെ വികാരങ്ങളെയും ഉണർത്തത്തക്ക വിധത്തിൽ എന്തെല്ലാം അഡ്വർടൈസ്മെൻറ്റുകൾ ഒന്നിനു പുറകെ ഒന്നായി വന്നാലും നിന്റെ ഹൃദയം അതിൻ്റെ പുറകെ പോകത്തില്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ നീ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവ പൈതല. ആ ദൈവ സാന്നിധ്യം രുചിച്ചറിയുന്ന ദൈവമക്കൾ മാത്രം ഒന്ന് ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്തേ. ഏതെങ്കിലും വിഷയം നിന്റെ മുമ്പിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയുടെ ആദ്യ രാത്രിയിൽ തന്നെ പാപം നിന്റെ വാതിക്കൽ
കിടക്കുന്നു. അതിൻ്റെ ആഗ്രഹം നിന്നോടാണ്. നിന്നെ എങ്ങനെങ്കിലും കീഴ്പ്പെടുത്തണമെന്നാണ് പാപം ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ പ്രാർത്ഥനയുടെ ആദ്യ രാത്രിയിൽ തന്നെ ദൈവാത്മാവ് പറയുന്നു, പാപത്തിന് വിധേയപ്പെട്ട് ജീവിപ്പാൻ വിളിക്കപ്പെട്ടൊരു ദൈവ പൈതലല്ല നീ. അതിൻ്റെ മേൽ ദൈവം നിനക്ക് ജയം വാഴ്ത്തത്വം ചെയ്തിട്ടുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ആദ്യ രാത്രിയിൽ തന്നെ ഏതെങ്കിലും വ്യക്തികളുടെ മുമ്പിൽ, ഏതെങ്കിലും കുടുംബത്തിന്റെ മുൻപിൽ ആമേൻ പാപം വാതിക്കൽ കിടക്കുന്നത് പോലെ നിന്നെ തോൽപ്പിക്കും, നിന്നെ പരാജയപ്പെടുത്തും, നിന്റെ ക്രിസ്തീയ ജീവിതത്തെ ഫിനിഷ് ചെയ്യുവാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ് ഏതൊക്കെ പാപത്തിന്റെ ശക്തികൾ ഏത് രൂപത്തിൽ വന്നാലും ഈ രാത്രികാലം പാപത്തെയും ശാപത്തെയും ക്രൂശിൽ നിന്ന് പരാജയപ്പെടുത്തി അതിന്റെ മേൽ ജയം തന്ന ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യാക രക്തത്തിന്റെ ശക്തി ആ മേഖലകളുടെ മേൽ ജയം തരിക തന്നെ ചെയ്യും. ആ ഒരു ജയം ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാല രക്തത്താലും വചനത്താലും യേശു ക്രിസ്തുവിന്റെ നാമത്താലും ആ പാപത്തിന്റെ മേൽ ജയം നമുക്ക് ലഭിക്കാൻ കഴിയണം. ആ പാപത്തിന്റെ മേൽ എന്നെ വളരെ 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 ഭയപ്പെടുത്തുന്ന ചില പഴയ നിയമ ചരിത്രങ്ങളുണ്ട്. അത് നമ്മുടെ വിശ്വാസ ജീവിതത്തോട് നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, പൊത്തിപ്പേറിൻ്റെ ഭവനത്തിൽ നിയമപ്പെട്ടകമില്ല. അന്ന് നിയമപ്പെട്ടകമേ ഇല്ല. ഒരു കൊച്ചു നിലവിളക്ക് പോലുമില്ല. ഒരു കൊച്ചു ബൈബിൾ വാക്യം പോലും അവിടെ ആ നിലകളിൽ ഒന്നുമില്ല. പക്ഷെ ജോസഫ് എന്ത് ചെയ്തു? അവിടെ അവൻ ലോകത്തെ ജയിച്ചു. എന്നാൽ നമ്മൾ ശീലോവിലേക്കൊന്ന് വന്ന് നോക്ക്. ശീലോവിൽ നമ്മൾ വന്ന് നോക്കുമ്പോൾ 100 പുരോഹിതന്മാരവിടെ ഉണ്ട്. ശീലോവിലേക്ക് നമ്മൾ വന്ന് നോക്കുമ്പോൾ യാഗപീഠമുണ്ട്, താമ്രത്തൊട്ടിയുണ്ട്, അവിടെ കാഴ്ചയപ്പത്തിൻ്റെ മേശയുണ്ട്, അവിടെ വിശുദ്ധ സ്ഥലമുണ്ട്, അവിടെ അതിവിശുദ്ധ സ്ഥലമുണ്ട്, യാഗങ്ങളും വഴിപാടുകളുമുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ അവിടെ നോക്കൂ, പാപം അവിടെ കൊടികുത്തി വാഴുകയാണ്. പാപം അവിടെ ജയത്തിന്റെ ഘോഷങ്ങൾ മുഴക്കുകയാ. ഏലി പുരോഹിതനോട് നമുക്ക് ചോദിക്കാം, ഒപ്നിയോടും ഫിനെഹാസിനോടും നമുക്ക് ചോദിക്കാം, നിങ്ങൾ പാടുന്ന പാട്ടൊക്കെ കേട്ടാൽ ലോകത്തിലെ ഗായക സംഘമെല്ലാം മാറിപ്പോകൂ. നിങ്ങളുടെ സ്തോത്രത്തിന്റെയും ഹല്ലേലൂയയുടെയും സ്വരമൊക്കെ കേട്ടാൽ ആളുകളൊക്കെ നടുങ്ങിപ്പോകും. പക്ഷെ ഇത്രയും സ്തോത്രത്തിന്റെയും ഹല്ലേലൂയയുടെയും സ്വരമെല്ലാം കേൾക്കുന്നതിന് നടുവിൽ ഒപ്നിയെ, ഫിനെഹാസേ, എന്തുകൊണ്ടാ ദൈവഭയം നിങ്ങളുടെ ഉള്ളിലില്ലാത്തത്? ദൈവം എന്തു ചെയ്തുവെന്ന് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് ചരിത്രം അറിയാം. ഞാൻ ദൈവമക്കളോട് ഈ രാത്രികാലം ഒരു വാണിംഗ് എന്ന നിലയിൽ ഞാൻ തീർത്തു പറയട്ടെ. ഹൃദയങ്ങളെ കാണുന്ന ദൈവ, ഉൾപ്പുകളെ കാണുന്ന ദൈവ, മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുമ്പോ അകമേ ഉള്ളത് അറിയുന്നവനായ ദൈവ, ഇന്ന് പകൽ എൻ്റെ വേഷവിധാനങ്ങളിലല്ല അവൻ പ്രസാദിക്കുന്നത്. പാപത്തോടുള്ള ബന്ധത്തിൽ എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തെന്ന് ഇന്ന് രാത്രികാലം ദൈവത്തിന് നന്നായിട്ടറിയാം. സ്റ്റേജിൽ ഞാനൊരു വിശുദ്ധനായി നിൽക്കുകയോ എൻ്റെ രഹസ്യ മുറിയിൽ ഞാൻ പാപവുമായി ബന്ധപ്പെടുകയും ചെയ്യുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ എൻ്റെ ക്രിസ്തീയ ജീവിതം അപകടകരമായിരിക്കും. ഞാൻ ചെന്ന് അവസാനിക്കുന്നത് എവിടായിരിക്കുമെന്ന് ചോദിച്ചാൽ ദൈവം ആഗ്രഹിക്കുന്ന ഇടത്തായിരിക്കത്തില്ല ഞാൻ അവസാനിക്കുന്നത്. എന്നാൽ മറിച്ച് ഞാൻ തീർത്തു പറയട്ടെ, ആ ദൈവ ഭയം എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ആ ദൈവ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ലോകത്തിലെ ഒരു വെള്ളത്തിന്, ലോകത്തിന്റെ ഒരു ശക്തിക്ക് എന്നെ ദൈവത്തിങ്കിൽ നിന്ന് അകറ്റാൻ കഴിയുകയില്ല. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുന്നതാ ഒരു ശക്തിക്കും കഴിയുകയില്ല. ആ ദൈവ സാമീപ്യം അനുഭവിക്കുന്ന വിശുദ്ധന്മാർ, ആ ദൈവ സാന്നിധ്യം ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഈ ഉപവാസ പ്രാർത്ഥനയുടെ ആരംഭത്തെങ്കിൽ തന്നെ ഏതൊക്കെ മേഖലയിലാണോ അവിടെ നിനക്ക് ജയം ആവശ്യമായിരിക്കുന്നത്, ആ മേഖലയിൽ ദൈവം ജയം തരുവാൻ ശക്തനാണ്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരാംശം ഇത്രമേ ഉള്ളൂ. ഞങ്ങൾ പഠിച്ച ബൈബിൾ സ്കൂളിൽ ഒരിക്കൽ എൻ്റെ സ്നേഹിതനാകുന്ന ഒരു ബ്രദറിന് പെട്ടെന്ന് വെളിപ്പാടുകൾ ഉണ്ടായി. അദ്ദേഹത്തിന് വെളിപ്പാടുകൾ ഉണ്ടായിട്ട് അദ്ദേഹം അധ്യാപകരെയാണ് ആദ്യം ചോദ്യം ചെയ്യുന്നത്. അധ്യാപകർ പഠിപ്പിക്കുന്നതൊന്നും ശരിയാകുന്നില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം കൂടെയുള്ള ഞങ്ങളെ പലരെയും വിളിച്ചിട്ട് ചോദിച്ചു, എന്തിനാ BTH ഒക്കെ നമ്മൾ എടുക്കുന്നത്? പത്രോസ് BTH എടുത്തിരുന്നു,
അവർക്കാർക്കും BTH ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് പഠിത്തമൊക്കെ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് എത്രയും വേഗം കർത്താവിൻ്റെ വേല ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഭയങ്കര ആവേശഭരിതനായി മാറി. ആമേൻ. രാവിലെ അദ്ദേഹം ഒന്നും കഴിക്കത്തില്ല, ഉച്ചയ്ക്കൊന്നും കഴിക്കത്തില്ല, വൈകിട്ടും ഒന്നും കഴിക്കത്തില്ല, അധ്യാപകർ പഠിപ്പിക്കുന്നത് ശ്രദ്ധിക്കത്തില്ല, എപ്പോഴും സ്തോത്രവും അല്ലേലിയായി മാത്രം പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. ഇങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ സന്ദർഭത്തിൽ ഒരു ദിവസം രാവിലെ ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പാൻ ഡൈനിങ് ഹാളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അന്ന് ഞങ്ങൾക്ക് 3 ഇഡലിയും കടലയുമാണ്, രാജമ്മ എന്ന് പറയുന്ന പയറുമാണ് ഞങ്ങൾക്ക് അന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ളത്. ഞങ്ങൾ ആ ഭക്ഷണം കഴിക്കുവാനായിട്ട് ഇരിക്കുമ്പോൾ സംഭവിച്ച സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. ഈ വെളിപ്പാടും ദർശനവുമുള്ള ഈ ബ്രദർ പെട്ടെന്ന് തൻ്റെ പോക്കറ്റിൽ കിടന്ന ഹീറോ പെൻ എടുത്ത് ആ ഹീറോ പെന്നുകൊണ്ട് തൻ്റെ നെറ്റിക്ക് കുത്തിയിട്ട് പക്ഷി പറക്കുന്നത് പോലെ 60 ഏക്കറിൽ പണിതിരിക്കുന്ന ആ ബൈബിൾ കോളേജിൻ്റെ ചുറ്റും അദ്ദേഹം 2 കൈയും വീശി പക്ഷി പറക്കുന്നത് പോലെ അദ്ദേഹം ഓടി. അന്നാണ് മനസ്സിലായത്, കഴിഞ്ഞ ചില ദിവസങ്ങളിലായി അദ്ദേഹത്തിൻ്റെ മേൽ ആവസിച്ചു കൊണ്ടിരുന്നത് ഈ വിധത്തിലുള്ളൊരാത്മാവാണ്. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ബൈബിൾ കോളേജിലെ എല്ലാവരും ഒരുമിച്ച് കൂടി. പക്ഷേ അധ്യാപകർക്ക് ആ വിഷയം ഏറ്റെടുക്കുവാൻ അന്ന് അവർക്ക് അല്പം പ്രയാസം വന്നു. 1-2 സീനിയർ സ്റ്റുഡൻസൊക്കെ പ്രാർത്ഥിപ്പാനും ഉപവസിപ്പാനും ഒക്കെ തുടങ്ങി. അങ്ങനെ ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാൻ തുടങ്ങിയപ്പോൾ അവൻ ആദ്യം പറഞ്ഞു, ആമേൻ, ഇന്ന ആളെ ഞാൻ ലക്ഷ്യമിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ഈ സ്നേഹിതൻ അന്ന് ചെറിയ താടി, പാസ്റ്റർ അതിരൂപൻ്റെ കൂട്ടെ, അതിരൂപനെ കമ്പയർ ചെയ്യുകയല്ല, പാസ്റ്റർ അതിരൂപൻ്റെ പോലെ ആമേൻ നല്ല കറുത്ത താടിയുണ്ട്. ഞങ്ങളുടെ ഇടയിൽ ഒരാൾക്ക് വെളിപ്പാടുണ്ടായി, ഈ ആത്മാവ് അവനിൽ നിന്ന് ഇറങ്ങിയാൽ താടിയുള്ളവരിലേക്ക് കയറും. ബൈബിൾ സ്കൂളിൽ താടിയുള്ളവരെല്ലാം താടി പെട്ടെന്ന് വടിച്ചു. ഒന്നാമത് വടിച്ചത് അധ്യാപകനായിരുന്നു. ആമേൻ. ഒന്നാമത് അധ്യാപകൻ താടി വലിച്ചു. അതിനുശേഷം സംഭവിച്ചത്, ഈ പിശാച് വരാതിരിക്കണമെങ്കിൽ നാട്ടിൽ നിന്ന് പോയപ്പോൾ ചില കുറുക്കു വിദ്യകളൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. വെട്ടുകത്തിയോ ഇരുമ്പോ ഒക്കെ തലവണക്കീഴെ വെച്ചാൽ ഇത് വരത്തില്ല. ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന ഞങ്ങളൊക്കെ വെട്ടുകത്തിയും ഇരുമ്പുമൊക്കെ തലവണക്കീഴെ വെച്ചു. ആമേ. ചുരുക്കി പറയാ, അവനെ വിട്ട് ഈ ആത്മാവ് പോയി. കർത്താവ് അവന് വിടുതൽ നൽകി. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശം ഇത്ര മാത്രമേ ഉള്ളൂ. പ്രിയ ദൈവമക്കളെ, ഏതെങ്കിലും വിധത്തിൽ ഒന്നല്ലെങ്കിൽ വേറൊരു വിധത്തിൽ എന്നെയും നിന്നെയും അവൻ്റെ ഹിതത്തിനും അവൻ്റെ ഇഷ്ടത്തിനും ലഭിക്കത്തക്ക വിധത്തിൽ അവൻ പദ്ധതികളുമായി കടന്നു വരുമ്പോൾ എൻ്റെ പുറമേയുള്ള സ്തോത്രമല്ല, എൻ്റെ ശബ്ദത്തിലുള്ള അന്യഭാഷയല്ല, എൻ്റെ വെളിപ്പാടല്ല, എൻ്റെ പ്രവചനമല്ല, എൻ്റെ പ്രസംഗമല്ല, എൻ്റെ ദൂതല്ല എനിക്ക് ജയം തരുന്നത്. മറിച്ച് ഞാൻ കർത്താവിനോടുകൂടി നടക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ എന്നെ തൊടാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. പരിശുദ്ധനാൽ പ്രാപിച്ച അഭിഷേകം നിന്നിലുണ്ടേ എങ്കിൽ നിന്നെ തൊടാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. നിന്നെ പരീക്ഷിച്ചെന്ന് വന്നേക്കാം, നിന്നെ പ്രലോഭിപ്പിച്ചു എന്ന് വന്നേക്കാം, ഭയപ്പെടുത്തുവാൻ നോക്കിയെന്ന് വന്നേക്കാം, നിനക്കെതിരെ ഒരു സൈന്യം പാളയം ഇറങ്ങിയാലോ നിന്റെ നേരെ വന്നാലോ നിനക്ക് ഭയപ്പെടുവാനില്ല. വീണ്ടും ജനിച്ചൊരു ദൈവ പൈതലാണെന്ന് നിനക്ക് നിർണയമുണ്ടേ എങ്കിൽ ലോകത്തെ ജയിച്ച ഒരു കർത്താവിനെയാണ് ഞാൻ സേവിക്കുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ എന്നെ തോൽപ്പിപ്പാൻ ഒരു ഇരുളിന്റെ ശക്തിക്കും കഴിയത്തില്ല. ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ മാത്രം ആ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇന്ന് പകൽക്കാലം ആ സാന്നിധ്യം ഞാൻ പറഞ്ഞല്ലോ, അതൊരു ഹോളിനകത്ത് കുടികൊള്ളുന്നതല്ല. ആ സാന്നിധ്യം അതൊരു ദൈവ പൈതലിന്റെ ജീവിതയാത്രയിൽ മുഴുവൻ ആ ദൈവ സാന്നിധ്യം അവൻ അനുഭവിപ്പാൻ അവന് കഴിയോ? നീ ഒറ്റയ്ക്കുള്ളപ്പോഴും ആ ദൈവ സാന്നിധ്യം നിനക്ക് നന്നായി അനുഭവിപ്പാൻ നമുക്ക് കഴിയോ? ആ ദൈവ സാന്നിധ്യത്തെ അതിൻ്റെ നിലയിലും വിലയിലും മനസ്സിലാക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ അത് സംഭവിക്കും. പാസ്റ്റർ TG ഉമ്മച്ചൻ അവരുടെ കൂടെ ഞാൻ 1 വർഷത്തോളം ആ അനുഗ്രഹീതനായ ദൈവദാസ
ദൈവദാസന്റെ കൂടെ നടന്ന് തൻ്റെ ബലമുള്ള ആരോഗ്യമുള്ള തൊട തിരുമ്മി കൊടുത്ത് തൻ്റെ ബാഗ് ചുമന്ന ഒരു സുവിശേഷകനാണ് ഞാൻ. അദ്ദേഹത്തിൽ നിന്ന് പല കാര്യങ്ങൾ കണ്ടും കേട്ടുമൊക്കെ പഠിക്കുവാൻ എനിക്ക് ഇടയായി തീർന്നിട്ടുണ്ട്. ആ കർത്തൃദാസനെ സംബന്ധിച്ചിടത്തോളം രാവിലെ ദൈവവചനവും വായിപ്പാൻ അദ്ദേഹം ഇരുന്നാൽ ഭൂമി കീഴ്മേൽ മറിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ശബ്ദം അങ്ങോട്ടൊന്നും മാറത്തില്ല. ആ ദൈവവചനം തന്നെ ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹം ഇരിക്കും. ആ ദൈവ മനുഷ്യൻ ഒടുവിലത്തെ സമയം വന്ന് രാജാവിനും അറിയാം, ചർച്ചിൽ അദ്ദേഹം ആരാധനയ്ക്ക് ഒടുവിലത്തെ ഒരു സമയം വന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ആ ദൈവദാസൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: കുഞ്ഞ്, എൻ്റെ യൗവനകാലത്ത് എനിക്ക് ആരോഗ്യമുള്ള സന്ദർഭത്തിൽ എന്നെ പരീക്ഷിച്ചിട്ട് കിട്ടാൻ ഞാൻ ദുഷ്ടനാകുന്ന പിശാച് എൻ്റെ ഈ വാർദ്ധക്യത്തിൽ, ഈ നരയുള്ള സന്ദർഭത്തിൽ, ക്ഷീണിതനായിരിക്കുന്ന സന്ദർഭത്തിൽ എന്നിലുള്ള പ്രത്യാശയെ കവരത്തക്ക വിധത്തിൽ ആ ദുഷ്ടനാകുന്ന പഴയ പാമ്പ് പല നിലകളിൽ അവൻ പ്രലോഭനങ്ങളുമായി വരുന്നുണ്ട്. എന്നാൽ ഇന്നലെ എന്നെ അവന് കിട്ടിയില്ല, കഴിഞ്ഞ നാളുകളിൽ എന്നെ കിട്ടിയില്ല. എൻ്റെ രോഗക്കിടക്കയിൽ എന്നെ കിട്ടുമെന്ന് അവൻ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ എൻ്റെ ബലഹീനതയിൽ തുണ നിൽക്കുന്ന ഒരു മഹാപുരോഹിതൻ, ഞാൻ അവനെ സേവിക്കുന്നവനാകൊണ്ട് അവൻ്റെ മേൽ എനിക്ക് ജയമുണ്ട്. കാരണം ഞാൻ ദൈവത്തിങ്കിൽ നിന്നും ജനിച്ചൊരു ദൈവ പൈതലാണ്. ഇന്ന് രാത്രികാലം ബലം കുറയുന്ന സന്ദർഭത്തിൽ ഞാൻ തീർത്തു പറയട്ടെ, സാഹചര്യങ്ങൾ പ്രതികൂലമാകുന്ന സന്ദർഭത്തിൽ ഒന്നും കൂടെ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സൂര്യനെയും ചന്ദ്രനെയും ഒന്നും കാണാതെ 10-14 ദിവസം കടലിൽ കുടുങ്ങിയ പൗലോസിന് ഒരു കാര്യം ധൈര്യത്തോടെ പറയുവാൻ ഒടുവിൽ കഴിഞ്ഞു: ഞാൻ സേവിക്കുന്നവനും എൻ്റെ ഉടയവനുമായവൻ കഴിഞ്ഞ രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്നു എന്ന് അവൻ തൻ്റെ അനുഭവത്തിൽ പറയുന്നുവെങ്കിൽ, ഈ രാത്രി ദൈവസന്നിധിയിൽ ഇരിക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഏറ്റവും പ്രതികൂലമായ ഒരു കാലഘട്ടത്തിൽ, ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ, ഭാരതത്തിലെ ദൈവമക്കൾ ഏറ്റവും പ്രതികൂലമാകുന്ന കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ഈ കാലഘട്ടത്തിൽ ചങ്കിലെ ചോര കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ സഭയുടെ നാഥനാകുന്ന കർത്താവ് ഈ സന്ദർഭത്തിൽ മാറി നിൽക്കുന്നവനല്ല. മറിച്ച് നിന്റെ പ്രതികൂലങ്ങളുടെ നടുവിൽ, നിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ അവൻ ഒരു ജയശാലിയായി തന്നെ അവൻ ഇറങ്ങി വരിക തന്നെ ചെയ്യോ. ഇന്ന് രാത്രി അങ്ങനെ ഇറങ്ങി വരുന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടി ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന പ്രിയ ദൈവ പൈതലേ, ആ വിഷയത്തിന്റെ മേൽ സ്വർഗം മറുപടി തരുമെന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് എത്ര ദൈവമക്കൾക്ക് സ്തോത്രം ചെയ്യുവാൻ കഴിയോ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ആരംഭത്തിങ്കിൽ തന്നെ, ആരംഭരാത്രിയിൽ തന്നെ ദൈവജനത്തിനെതിരായി, ദൈവസഭയ്ക്കെതിരായി, അഭിഷക്തന്മാർക്കെതിരായി, തന്റെ ദാസന്മാർക്കെതിരായി മനഃപൂർവമായി കണക്കുകൾ കൂട്ടി പ്ലാനുകൾ ഇട്ട് ദൈവസഭയെ തകർക്കത്തക്ക വിധത്തിൽ അവൻ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ, ഇതിനകത്തൊരു എസ്തേറോ, ഇതിനകത്തൊരു മൊർദെഖായിയോ, ഇതിനകത്ത് ഉപവസിക്കുന്ന ചില ദൈവമക്കളോ ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ അവന്റെ തന്ത്രങ്ങളെ ജയിക്കാതെ ദൈവസഭ മുന്നേറത്തക്ക വിധത്തിൽ ഇന്ന് രാത്രി വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ സാന്നിധ്യം ഒന്ന് ഏറ്റെടുക്കത്തക്ക വിധത്തിൽ ഒരു 2-3 മിനിറ്റ് ദൈവമക്കൾ ആത്മാവിൽ സ്തോത്രം ചെയ്യണം. ഞാനത് വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി കാലം അവന്റെ സാന്നിധ്യം നിനക്ക് മുൻപേ നടകൊണ്ട്, അവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി കാലം ഏതൊക്കെ വിഷയത്തിന്റെ മേലാണോ ജയം തരേണ്ടുന്നത്, ആ വിഷയത്തിന്റെ മേൽ ജയം തരത്തക്ക വിധത്തിൽ കത്തി ചാമ്പലാകേണ്ടുന്ന വിഷയങ്ങൾ, കത്തി എരിയേണ്ടുന്ന വിഷയങ്ങൾ, പത്തി ഉയർത്തി നിൽക്കുന്ന ചില വിഷയങ്ങൾ, ആമേൻ, ഒരിക്കലും കീഴ്പ്പെടത്തില്ലെന്ന് പറഞ്ഞ് വാദിച്ചുകൊണ്ട് നിൽക്കുന്ന ചില വിഷയങ്ങൾ, മാനുഷികമായി വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ചില വിഷയങ്ങൾ, ഇന്ന് രാത്രി കാലം ദൈവസഭയ്ക്കെതിരെ ഉയർന്നു നിൽക്കുന്ന ചില സിംഹാസനങ്ങൾ, ആ ശക്തികൾ ഇന്ന് രാത്രി പരാജയപ്പെടുത്തക്ക വിധത്തിൽ ജയം പ്രാപിച്ച ദൈവമക്കൾ ഒരുമിച്ച് ആർപ്പിട്ട ഇന്ന് രാത്രി ആ ജയം നമ്മുടെ അവകാശം തന്നെയാണ്. ആ ജയം ആഗ്രഹിക്കുന്ന വിശുദ്ധന്മാർ പ്രാർത്ഥിച്ചാൽ അത് സംഭവിക്കും. അത് സംഭവിക്കും. അത് സംഭവിക്കും. നമുക്കറിയാം,
യോശുവ ജയം അനുഭവിച്ചവനാ. അപ്പോൾ തന്നെ പരാജയത്തിൻ്റെ കയ്പ് നീരും അവൻ കുടിച്ചവനാ. ജയം നന്നായി അനുഭവിച്ച യോശുവ പരാജയത്തിൻ്റെ ശരിക്കുള്ള വേദന അവൻ മനസ്സിലാക്കിയവനാ. പക്ഷേ ആ പരാജയത്തിൻ്റെ കാരണം കണ്ടില്ല എന്ന് നടിച്ച് അവൻ യുദ്ധത്തിന് പോയില്ല. ആ പരാജയത്തിൻ്റെ കാരണം മനസ്സിലാക്കി അതിനവൻ പരിഹാരം വരുത്തി. അതിന് പരിഹാരം വരുത്തിയിട്ട് ദൈവത്തിൻ്റെ വചനപ്രകാരം അവൻ മുൻപോട്ട് പോയപ്പോൾ ഏതു ഹായിയുടെ മുമ്പിലാണോ പരാജയപ്പെട്ടത്, ആ ഹായിയെ ദൈവം അവർക്ക് നൽകിയെങ്കിൽ ഇന്ന് രാത്രി ഈ ഉപവാസ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ തന്നെ ഏറ്റുപറയാത്ത ഏതെങ്കിലും പാപങ്ങൾ എന്നിൽ ഉണ്ടെങ്കിൽ, അനുദപിക്കാത്ത ഏതെങ്കിലും മേഖല എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഇന്ന വിഷയങ്ങൾ നീ ഏറ്റുപറയണമെന്ന് ദൈവാത്മാവ് വാദിച്ചിട്ട് ഏറ്റുപറയുവാൻ കഴിയാത്ത വിധത്തിൽ എൻ്റെ ഹൃദയം പിന്നെയും കഠിനമാക്കിയാണ് ഞാൻ ഉപവസിക്കുന്നതെങ്കിൽ 21 അല്ല 40 ദിവസം ഉപവസിച്ചാലും എൻ്റെ ഉപവാസത്തിന് മറുപടി കിട്ടത്തില്ല. എന്നാൽ അനുദപിച്ച് ഞാൻ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിച്ചാൽ 21 ദിവസം ഞാൻ ഉപവസിക്കേണ്ട. ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് തന്നെ എൻ്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി തരുമെങ്കിൽ ഇന്ന് രാത്രി ഏറ്റുപറഞ്ഞു ദൈവസന്നിധിയിൽ ഒന്ന് മുഴങ്കാൽ മടക്കി, ആമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച സ്ഥിരമായ ഒരു ആത്മാവിനെ എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോ, ആമേ, ഞാൻ എൻ്റെ തെറ്റുകളെ, ഞാൻ എൻ്റെ ലംഘനങ്ങളെ ദൈവത്തോട് ഏറ്റുപറയുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ അത് ക്ഷമിച്ചു തന്നു. എങ്കിൽ ഈ വചനത്ത് കേൾവിയുടെ മുമ്പിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ശക്തിയോടെ പറയുന്നു, ഞാൻ അനുതാപത്തോടെ എൻ്റെ ദൈവസന്നിധാനത്തിലേക്ക് അടുത്തു വന്നാൽ ഇന്ന് രാത്രി കൈപ്പേറിയ ചില പരാജയങ്ങളെ സ്വർഗം മാറ്റി ആ വിഷയത്തിന്റെ മേൽ സ്വർഗം ജയം തരിക തന്നെ ചെയ്യോ. ആ ജയം ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ അവരൊന്ന് ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്തേ. ഇന്ന് രാത്രി തെറ്റിദ്ധരിക്കപ്പെട്ട ചിലർ ഇതിനകത്തുണ്ട്. ഇന്ന് രാത്രി കാലം ആമേ തെറ്റിദ്ധരിക്കപ്പെട്ട അഥവാ അമ്മേ പ്രാർത്ഥിപ്പാനുള്ള പ്രാഗൽഭ്യം പോലും നഷ്ടപ്പെട്ടു പോകുന്ന ചിലർ ഇതിനകത്ത് കാണും. നഷ്ടപ്പെട്ടു പോയ ചിലർ അതിനകത്ത് കാണും. എന്നാൽ ഞാൻ തീർത്തു പറയട്ടെ, ഒരു അനുതാപ ഹൃദയത്തോടാണ് നീ ദൈവം മുമ്പാകെ ഇരിക്കുന്നതെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് സ്വർഗം മറുപടി തരൂ. നമുക്കറിയാം, പഴയ നിയമത്തിലെ ഒരു പ്രമാണമാണ് ജാരസംഘ ജലസി. ഇപ്പോൾ എനിക്ക് എൻ്റെ ഭാര്യയെ കുറിച്ചൊരു സംശയം വന്നു. ആ സംശയം വന്നത് മുതൽ ഞാൻ എൻ്റെ ഭാര്യയോടുള്ള ഡീലിങ്സിൽ വ്യത്യാസം വന്നു. അത് ഞാൻ എത്ര മറച്ചു വച്ചാലും എൻ്റെ ഭാര്യയ്ക്ക് അതറിയാം. അപ്പോൾ എന്നോട് എൻ്റെ ഭാര്യ പറയുകയാണ്, എന്തിനാണ് എന്നെ അവിശ്വസിക്കുന്നത് ചാച്ചൻ വിചാരിക്കുന്നത് പോലെ ഞാൻ ആ തെറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ സംശയം മാറുന്നില്ല, അത് വളരുകയാണ്. ഞാൻ ഒടുവിൽ എന്ത് ചെയ്യുന്നു? ഞാൻ പുരോഹിതൻ്റെ അടുക്കൽ ചെല്ലുന്നു. പുരോഹിതന് ദൈവം കൊടുത്തിരിക്കുന്ന പ്രമാണങ്ങളിൽ ഒന്നാണ് അവിടെ ഒഴുകുന്ന ജലം എടുത്ത് ശുദ്ധീകരണ ജലം എന്ന നിലയിൽ ആ ജലത്തിൽ ശാപത്തിൻ്റെ വാക്കുകൾ എഴുതി കലക്കി ആ ജലം അവളെ കുടിപ്പിക്കണം. ആ ജലം അവൾ കുടിക്കുമ്പോൾ അവൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവളുടെ ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ ക്ഷയിക്കും. ഒരു മെഡിക്കൽ കോളേജിനും ഒരു ഡോക്ടർക്കും ഇനി അവളെ സൗഖ്യമാക്കാൻ കഴിയത്തില്ല. എന്നാൽ ആ കയ്പുള്ള വെള്ളം 4 ലിറ്റർ കുടിച്ചാലും അവൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവൾക്കൊരു ദോഷവും വരികയില്ല. ദൈവസന്നിധി ഇത്ര മാത്രം ഉറപ്പുള്ളതാണെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന പ്രിയ ദൈവ പൈതലേ, പ്രാഗൽഭ്യമുള്ള ദൈവ പൈതലേ, ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ ഒരു മനസാക്ഷിയുള്ള പ്രിയ ദൈവ പൈതലേ, ഈ രാത്രികാല ലോകം നിന്നെ സംശയിച്ചാൽ, പാസ്റ്റർ നിന്നെ സംശയിച്ചാൽ, ഹന്നയെ സംശയിച്ചതുപോലെ, ഏലി സംശയിച്ചതുപോലെ എന്നെയും നിങ്ങളെയും ലോകം സംശയിച്ചാലോ ഇന്ന് രാത്രികാലം നീ ഭയപ്പെടേണ്ടുന്ന കാര്യമില്ല. നീതിയോടെ വിധിക്കുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്.
അവൻ നീതിയോടെ വിധിക്കുന്ന ദൈവമാണെങ്കിൽ ഇന്ന് രാത്രി കാലം അവൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, ദൈവാത്മാവ് വചനത്തിൻ്റെ പ്രകാശനത്തിൽ എന്നെ കാണിക്കുന്നു. രക്തത്താൽ ചെയ്യ ചില കയ്പുകളെ, ചില വേദനകളെ, ചില നിന്ദകളെ, അകാരണമായി നീ സഹിച്ച ചില കയ്പുകളെ, അകാരണമായി നീ ഏറ്റ ചില ക്രൂശിനെ ഇന്ന് രാത്രികാലം മാറ്റി ആനന്ദമാക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയോ? ആ ഉറപ്പും പ്രാഗൽഭ്യവുമുള്ള ദൈവമക്കൾ മാത്രം ഒന്ന് ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്ത് ദൈവത്തിന് മഹത്വം കൊടുത്തേ. ഇന്ന് രാത്രികാല രക്തത്താൽ ചെയ്യ എൻ്റെ ജാമ്യക്കാരൻ ജീവിക്കുന്നു, എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിക്കുന്നു. ആമേൻ. അന്യനല്ല, സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഞാൻ അവനെ കാണുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ നമുക്കറിയാം അവൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതന്മാർ അവനെ തെറ്റിദ്ധരിച്ചു. ഇയ്യോബിനെ ഒന്നല്ലെങ്കിൽ വേറൊരു വിധത്തിൽ ഇയ്യോബിനോട് പറഞ്ഞു, അമ്മേ ഇതിൻ്റെ ഒക്കെ കാരണഭൂതൻ നീ തന്നെയാണെന്ന് പറഞ്ഞു. പക്ഷെ ഇയ്യോബ് അവരോട് മറുപടി പറഞ്ഞു ജയിപ്പാൻ അവന് കഴിഞ്ഞില്ല. വാദത്തിൽ രണ്ട് കൂട്ടരും ഏകദേശം തുല്യമായിരുന്നു. അപ്പോഴാണ് ചുഴലിൽ കാറ്റിൽ യഹോവയായ ദൈവം ഇറങ്ങി വന്നു. ഇയ്യോബിനോട് പറഞ്ഞത് നമുക്കറിയാം, നിന്റെ അര നീ മുറുക്കിക്കൊള്ളുക, ഞാൻ നിന്നോട് ചില ചോദ്യം ചോദിക്കുക. ഈ പ്രാർത്ഥന ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഈ ഉപവാസം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ആമേൻ, വാദിച്ചുകൊണ്ടും തർക്കിച്ചുകൊണ്ടും ഒക്കെ നിന്ന ചില ദുഷ്ടശക്തികളുടെ മേലും ചില ദുഷ്ട പ്രവണതകളുടെ മേലും ഈ രാത്രി ദൈവത്തിൻ്റെ കരം നീട്ടുന്നു എന്ന് ആത്മാവിൽ ഞാൻ കാണുന്നുണ്ട്. അത് ഏറ്റെടുക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഏത് വിഷയത്തിൻ്റെ മേലാണോ, ഏത് വസ്തുവകകളുടെ മേലാണോ, ഏത് വ്യക്തിയുടെ മേലാണോ, ഏത് കുടുംബത്തിന്റെ മേലാണോ ഇന്ന് രാത്രി അവകാശവാദം ഉയർത്തി ദുഷ്ടൻ ജയിപ്പാൻ ആഗ്രഹിക്കുന്നത്, ആ മേഖലകളുടെ മേൽ ഇന്ന് രാത്രി കാല ജയം തരുന്ന ദൈവത്തിന്റെ കരത്തിന്റെ ശക്തി അവൻ നമുക്ക് വേണ്ടി വാദിക്കുന്നുണ്ട്. ഗ്ലോറി. ആ ഉറപ്പുള്ള ദൈവമക്കൾ മാത്രം ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിൽ വരുമ്പോൾ ഞാൻ ശബ്ദമുയർത്തി സ്തോത്രം പറയുക മാത്രമല്ല ചെയ്യുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിൽ വരുമ്പോൾ ഞാൻ അറിയാത്ത ഭാഷകളിൽ സംസാരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിൽ വരുമ്പോൾ കൃപകളും വരങ്ങളും നിറഞ്ഞ് സൂക്ഷിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് പ്രവർത്തിക്കുമ്പോ ആമേൻ വാദിച്ചും തർക്കിച്ചും നീതി കെട്ടാതിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ കരത്തിന്റെ ശക്തി വെളിപ്പെട്ട ആ വിഷയത്തിന്റെ മേൽ നീതി വെളിപ്പെടത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കഴിയും. ആ ഉറപ്പുള്ള എത്ര ദൈവമക്കളുണ്ട്? ഞാൻ വിശ്വസിക്കുന്നു സംഘടനകളുടെ കേസുകൾ വക്കീലുമാർ വാദിക്കട്ടെ. സംഘടനകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വക്കീലുമാരെ വാദിയും പ്രതികളും വാങ്ങട്ടെ. എന്നാൽ ദൈവസഭ സംഘടനയല്ല, ദൈവസഭ ഒരു ഓർഗാനിസമാണ്. ദൈവസഭയിൽ വിഷയങ്ങൾ വരുമ്പോൾ വാദിക്കുന്നത് രാവണനും വാദിക്കുന്നത് ലക്ഷ്മണനുമല്ല. ദൈവസഭയിൽ വിഷയം വരുമ്പോൾ വാദിക്കുന്നത് പരിശുദ്ധാത്മാവാകുന്ന ദൈവമാണ്. ഇന്ന് രാത്രി വിട്ടുകൊടുക്കുവാൻ എത്ര ദൈവമക്കൾക്ക് കഴിയോ? ഏറ്റെടുത്ത് പ്രാർത്ഥിപ്പാൻ എത്ര ദൈവമക്കൾക്ക് കഴിയോ? ആ ഉറപ്പുള്ള ദൈവമക്കൾ മാത്രം ഇന്ന് രാത്രി എസ്തേർ പറഞ്ഞതുപോലെ ഞാൻ നശിച്ചാലും വേണ്ടില്ല എന്ന് പറഞ്ഞ് അവൾ കടന്നു ചെന്നതുപോലെ പ്രാർത്ഥിപ്പാൻ ഒന്ന് തയ്യാറാകുമെങ്കിൽ നിന്റെ ആത്മീക ജീവിതത്തിന്റെ സ്വസ്ഥതയെ കെടുത്തി, നിന്റെ ആരാധനയെ കെടുത്തി, നിന്റെ പ്രാർത്ഥനയെ കെടുത്തി, നിന്റെ ഉപവാസത്തെ കെടുത്തി, നിനക്ക് സ്വസ്ഥമായി ദൈവത്തെ സേവിപ്പാൻ കഴിയാത്ത വിധത്തിൽ ഒന്നിനു പുറകെ ഒന്നായി ഒരു നൂലാമാലകൾ പോലെ വിഷയങ്ങളുമായി കടന്നു വരുന്ന ആ ദുഷ്ടാത്മാവിന്റെ ശക്തിയുടെ മേൽ ഇന്ന് രാത്രി കാലം വെള്ളത്തിന്മീതെ പരിവർത്തിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന് നമ്മൾ വാദിക്കുന്നത് പോലെ രക്തം ജയം
ഈ നമുക്ക് വേണ്ടി വാദിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി വാദിക്കും. എൻ്റെ ഒരു സ്നേഹിതൻ കഴിഞ്ഞ ആഴ്ചയിൽ തൻ്റെ കൃഷിസ്ഥലത്ത് പോയി തേങ്ങ ഇട്ടു. ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ പോയി. തേങ്ങയെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം തേങ്ങ ഇട്ട സ്നേഹിതൻ തെങ്ങെണ്ണിട്ട് പറഞ്ഞു 56 തെങ്ങ്. 56 തെങ്ങിൽ കയറിയതിൻ്റെ കൂലി കൊടുത്തു, എക്സ്ട്രാ അല്പം കൊടുത്തു. അദ്ദേഹം സന്തോഷത്തോടെ പോയി. എന്നാൽ പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ തെങ്ങെ കയറിയ രക്ഷിക്കപ്പെടാത്ത ആ സഹോദരൻ മടങ്ങി എൻ്റെ സ്നേഹിതൻ്റെ വീട്ടിൽ വന്നു. സ്നേഹിതനോട് പറഞ്ഞു, സാറേ, കഴിഞ്ഞ രാത്രി എനിക്ക് ഉറക്കം വന്നില്ല. 46 തെങ്ങ് കയറിയ ഞാൻ 56 എന്ന് പറഞ്ഞ് 10 തെങ്ങിൻ്റെ എക്സ്ട്രാ കൂലിയും കൂടെ വാങ്ങി. എനിക്ക് ഉറക്കം വന്നില്ല. ഭാര്യയോടും പിള്ളേരോടും രാവിലെ തന്നെ കുറ്റമേറ്റു പറഞ്ഞിട്ട് എൻ്റെ സ്നേഹിതൻ്റെ അടുക്കൽ വന്ന് ക്ഷമ ചോദിച്ചിട്ട് ആ പണം അടുത്ത പ്രാവശ്യം എനിക്ക് തരേണ്ടെന്ന് പറഞ്ഞു. നീ എണ്ണിയില്ലെങ്കിലും എണ്ണുന്ന ഒരുവൻ, നീ കുറിച്ചു വച്ചിട്ടില്ലെങ്കിലും കുറിച്ചു വെക്കുന്ന ഒരുവൻ, ഇന്ന് പകൽ എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെയാണ് സേവിക്കുന്നതെന്ന് ഉറപ്പുള്ള പ്രിയ ദൈവ പൈതലേ, നിനക്ക് വേണ്ടി വാദിക്കുന്നത് ആരാ? ഏലിഹു അല്ല നിനക്ക് വേണ്ടി വാദിക്കുന്നത്. ബിൽദാദല്ല നിനക്ക് വേണ്ടി വാദിക്കുന്നത്. നിനക്ക് വേണ്ടി വാദിക്കുന്നത് ആരാണ് ചോദിച്ചാ, നിന്നെ പേർ ചൊല്ലി വിളിച്ചവൻ തന്നെ. അവൻ നിനക്ക് വേണ്ടി വാദിക്കുമെങ്കിൽ ഇന്ന് രാത്രികാല സ്വസ്ഥതയെ കെടുത്തുന്ന, നിന്റെ ആത്മീക ജീവിതത്തിന്റെ സൗന്ദര്യത്തെ കെടുത്തുന്ന, നിന്റെ അടുക്കും ചിട്ടയുമുള്ള ക്രിസ്തീയ ജീവിതത്തെ എങ്ങനെങ്കിലും ഡിസോർഡർ ആക്കുവാൻ നോക്കുന്ന ആ ദുഷ്ടപിശാചിന്റെ തന്ത്രത്തിന്റെ മേൽ ഈ രാത്രി ഒരു ജയം ആഗ്രഹിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവ് ആ വിഷയത്തിന്റെ മേൽ ഇന്ന് രാത്രി വാദിച്ച ആ വിഷയത്തിന്റെ മേൽ ജയം ലഭിക്കുക തന്നെ ചെയ്യുക. അങ്ങനെ വിഷയങ്ങളുള്ള ദൈവമക്കൾ മാത്രം ഒന്ന് ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്യുമെങ്കിൽ, നിങ്ങളിലുള്ള ദൈവാത്മാവ്, എന്നിലുള്ള ദൈവാത്മാവ്, നമ്മിൽ വസിക്കുന്ന ദൈവാത്മാവ് ഒരുമിച്ച് ഇന്ന് രാത്രി കാല മരിച്ചവരുടെ ഇടയിൽ നിന്നും യേശുവിനെ ഉയർപ്പിച്ചവന്റെ അതേ ആത്മാവ് ഇന്ന് നമ്മുടെ മർത്യ ശരീരത്തിൽ വസിക്കുന്നുവെങ്കിൽ, ചില വിഷയങ്ങളുടെ മേൽ ഈ രാത്രി ഉയർക്കാതിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ, തടഞ്ഞു വച്ചിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ, മുദ്രയിട്ട് വച്ചിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ, സീൽ ചെയ്തു വച്ചിരിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ, അനങ്ങാതെ കിടക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ, ഉൾമുറിക്കകത്ത് കിടക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ, ചലനമറ്റ ചില മേഖലകളുടെ മേൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിന്റെ കരത്തിന്റെ ശക്തി ആ ദൈവാത്മാവിന്റെ ശക്തി അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്യണം. ഞാൻ വിശ്വസിക്കുന്നു ഈ രാത്രികാല അവന്റെ കരത്തിന്റെ ശക്തി വെളിപ്പെട്ട് പർവ്വതങ്ങളെ അതറിയാതെ അതിന്റെ സ്ഥാനത്ത് നിന്ന് നീക്കുന്ന ദൈവം. ആ ഉറപ്പ ദൈവ സാന്നിധ്യം. ആ ദൈവ സാന്നിധ്യം ആരാണ് അനുഭവിച്ചറിയുന്നത്? ആ സാന്നിധ്യം അനുഭവിച്ചറിയുന്നവരെ കുറിച്ചുള്ള ഒരു ഭാഗത്തിൻ്റെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് ക്രിസ്തീയ ജീവിതം, അഥവാ ഇന്ന് നമ്മളൊക്കെ ആയിരിക്കുന്ന ഈ കൂട്ടായ്മ, ഇതും എന്തായി മാറാമെന്ന് ചോദിച്ചാൽ, ഇതും വേറൊരു തരത്തിലുള്ള ഒരു പാരമ്പര്യമായി മാറാം. ഇതും ഒരു റിച്വലായി മാറാം. ഇതും ഒരു ഫോർമൽ റിലിജിയനായി മാറാം. പെന്തക്കോസ് ഇല്ലാത്ത പെന്തക്കോസായി എനിക്ക് ജീവിക്കാം. പഴയ കാല ഓർമ്മയിൽ എനിക്ക് ജീവിക്കാം. പഴയ കാല അനുഭവങ്ങൾ മാത്രം പങ്കുവച്ചു എനിക്ക് ജീവിക്കാം. എൻ്റെ നാസ്രി വ്രതവും എൻ്റെ ഉടമ്പടിയുമെല്ലാം നഷ്ടപ്പെട്ടിട്ടും എനിക്കും ഈ പുൾപിറ്റിൽ വന്ന് 2 ഹല്ലേലൂയ പറഞ്ഞ് ഒക്കെ നിന്ന് സമയം കളയുവാൻ എനിക്കും കഴിയും. അതെല്ലാം ദൈവം മുമ്പാകെ ശിക്ഷയ്ക്ക് കാരണമായി മാറും. എന്നാൽ മറിച്ച്
എൻ്റെ വിശ്വാസവും എൻ്റെ പ്രത്യാശയും അത് ജീവനുള്ളതായി തന്നെ നിൽക്കണമെങ്കിൽ, അതിന്നും എലയുവായി തന്നെ നിൽക്കണമെങ്കിൽ എൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, എന്നെ വിളിച്ച ദൈവത്തിൻ്റെ വിളിയും എന്നെ തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പണ്ടത്തെ പോലെ ഞാൻ വടവാതൂർ ശുശ്രൂഷ സന്ദർഭത്തിൽ അവിടെ BSc നേഴ്സിങ്ങിന് പോയ ഒരു പൈതൽ ബ്ലസ്സി, അവൾ ആദ്യത്തെ 6 മാസം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ അവളോട് ഞാൻ ചോദിച്ചു, മോളെ എങ്ങനെയുണ്ട് നിൻ്റെ ഈ ഫീൽഡ്? അപ്പോൾ അവൾ എന്നോട് വളരെ വിഷമത്തോട് ആളുകളിൽ 2-3 പേരൊക്കെ മരിക്കുന്നത് കാണേണ്ടി വന്ന അനുഭവമൊക്കെ അവൾ പറഞ്ഞു. അപ്പോൾ തന്നെ അവിടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ വന്നു. 4 വർഷം കഴിഞ്ഞ് BSc നേഴ്സെല്ലാം കഴിഞ്ഞ് അവൾ വിവാഹിതയായി. അവിടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ അവിടെ ചെന്ന സന്ദർഭത്തിൽ ഞാൻ ചോദിച്ചു, മോളെ ഇപ്പോൾ ആളുകളൊക്കെ മരിക്കുന്നുണ്ടോ? അപ്പോൾ പറഞ്ഞത്, ശ്രദ്ധിക്കുന്നില്ല പാസ്റ്റർ അങ്കിളെ, എത്രയോ പേർ മരിക്കുന്നു. ആദ്യം ആ കോഴ്സിന് പോയപ്പോൾ ആദ്യം ഒരു രോഗി കണ്ണിന് മുമ്പിൽ മരിക്കുന്നത് കണ്ടപ്പോൾ അവൾക്കൊരു അയ്യോ ഭാവം തോന്നി. ഇപ്പോൾ ആ കോഴ്സൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഇതെല്ലാം ഈ ഫീൽഡാണ്, ഇതിലൊന്നും സിമ്പതിയുടെ കാര്യമൊന്നുമില്ല, ഇതെല്ലാം ഒരു തൊഴിലാണ്, ഇതെല്ലാം ഒരു ജീവിത മാർഗമാണ്, ഇതെല്ലാം UK പോകാനും ഓസ്ട്രേലിയക്ക് പോകാനും അമേരിക്കയ്ക്ക് പോകാനും ഒക്കെ ഉള്ളൊരു ലൈസൻസാണ്. എന്നാൽ അതിനകത്തും ആത്മാർത്ഥതയുള്ള അനേകരുണ്ട്. ഇന്നും അവർ ഒരു മരുന്നെടുക്കുമ്പോൾ, ഇന്നും അവർ ഒരു രോഗിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർക്കറിയാം അവർ കൈകാര്യം ചെയ്യുന്നത് ലോകത്തേക്കാൾ വിലയുള്ള ഒരാത്മാവിനെയാണ്. അവർ കൈകാര്യം ചെയ്യുന്നത് ഒരു ജീവനെയാണ്. ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഒരു ദിവസമേ ഞാനും നിങ്ങളും ആരാധിച്ചുള്ളൂവെങ്കിലും അത് ഹാബേൽ ആരാധിച്ചതുപോലെ തന്നെ ആയിരിക്കണം. ഒരു ദിവസമേ നിനക്ക് സാക്ഷ്യം വഹിപ്പാൻ കഴിഞ്ഞുള്ളെങ്കിലോ ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറയുവാൻ നിന്റെ നാവിന് ധൈര്യമുണ്ടായിരിക്കണം. ആ മനുഷ്യന് നേരെ വിരൽ ചൂണ്ടുവാൻ ഇന്ന് നിനക്ക് ധൈര്യമുണ്ടായിരിക്കണം. ദാവീദിൻ്റെ അടുക്കൽ ഒരുവൻ വന്ന് പറഞ്ഞ സംഗതി കഥ നമുക്കറിയാമല്ലോ. സംഭവം, രാജാവേ ഇന്നതുപോലൊരു സംഭവം നമ്മുടെ രാജ്യത്ത് നടന്നു. ആട്ടിൻകുട്ടിയെ വിരുന്നുകാർക്ക് വേണ്ടിയൊക്കെ കൊടുത്തു. എൻ്റെ രാജ്യത്തോ, ഞാൻ നമ്മുടെ ഭാഷയിൽ പറയുക, ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയിലോ, അതെ നിന്റെ രാജ്യത്ത് തന്നെ. അങ്ങനെയെങ്കിൽ ആ മനുഷ്യൻ കൊല്ലണം. അപ്പോഴാണ് പ്രവാചകന്റെ സ്വരം മാറിയത്. പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ ഇരിക്കുന്ന പ്രിയ ദൈവ പൈതലേ, പ്രാർത്ഥിക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഉപവസിക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഞാനും നിങ്ങളും അമ്മേ സേവിക്കുന്ന ദൈവം ആരാണെന്ന് ചോദിച്ചാൽ, ആമേ കണ്ണുണ്ടായിട്ടും കാണാത്തവനല്ല, ചെവി ഉണ്ടായിട്ടും കേൾക്കാത്തവനല്ല, മൂക്കുണ്ടായിട്ടും മണക്കാത്തവനല്ല, കൈയുണ്ടായിട്ടും കാലുണ്ടായിട്ടും സ്പർശിക്കാത്തവനല്ല. അവയെ ഉണ്ടാക്കിയവർ അവയെ പോലെ ആകുമ്പോ നാം സേവിക്കുന്ന ദൈവം ആരാണെന്ന് ചോദിച്ചാൽ അവൻ അഗ്നിമയനായ ദൈവമാണ്. അവൻ തീഷ്ണതയുള്ള ദൈവമാ. ഈ തീഷ്ണതയുള്ള ദൈവത്തെ സേവിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ മാത്രം ഒന്ന് സന്തോഷത്തോടൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഇന്ന് രാത്രി കാലം ഈ ദൈവത്തെ സേവിപ്പാൻ വിളിക്കപ്പെട്ട പ്രിയ ദൈവ പൈതലേ, ഈ കൃപയിലേക്ക് വന്ന പ്രിയ ദൈവ പൈതലേ, ഈ അഭിഷേകം പ്രാപിച്ച പ്രിയ ദൈവ പൈതലേ, ഈ വിളിയും തിരഞ്ഞെടുപ്പ് ലഭിച്ച പ്രിയ ദൈവ പൈതലേ, എന്റെയും നിങ്ങളുടെ മേലുമുള്ള വിളിയെയും തിരഞ്ഞെടുപ്പിനെയും ഇന്ന് രാത്രി കാലം നഷ്ടപ്പെടുവാൻ ഇടവരാതെ വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ ഒരു പഴയ നടപ്പിൽ നിന്ന് ദൈവം നമ്മെ വിളിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ജീവന്റെ മാർഗത്തിൽ നടപ്പാനാ. എന്നാൽ ഈ ജീവന്റെ മാർഗത്തിൽ നടപ്പാൻ വിളിക്കപ്പെട്ട നമ്മൾ പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ എന്തായി മാറുന്നുവെന്ന് ചോദിച്ചാൽ നമ്മൾ പലതിനും അറിഞ്ഞും അറിയാതെയും നമ്മൾ അടിമപ്പെടുന്നു. ശബത്ത് ദിവസം കൂനിയായ സ്ത്രീക്ക് സൗഖ്യം കൊടുക്കുകയും വരണ്ട കൈക്കുള്ള വ്യക്തിയെ സൗഖ്യമാക്കുകയും ചെയ്ത സന്ദർഭത്തിൽ ആ കസ്റ്റോഡിയൻ പറഞ്ഞതൊക്കെ നമുക്കറിയാം. ഇന്ന്
വളരെ ഹോളി ആയ ദിവസമാണ്. വേല ചെയ്യുവാൻ മറ്റാറ് ദിവസം ഉണ്ടല്ലോ. നമ്മുടെ കർത്താവ് പറഞ്ഞ മറുപടി പ്രസിദ്ധമാ. നിങ്ങളിൽ ഒരുവൻ ഒരാടോ കാളയോ ഈ ദിവസം അത് കിണറ്റിൽ വീണാൽ നിങ്ങൾ അതിനെ രക്ഷിക്കുകയില്ലയോ? മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു. ശബത്ത് നിമിത്തമല്ല മനുഷ്യൻ നിമിത്തമാണ് ശബത്ത്. ഈ രാത്രികാലം ഈ കൃപയിലേക്ക് വന്ന പ്രിയ ദൈവമേ, ഒരു യോഗ്യതയുമില്ലാതിരുന്ന എന്നെ ഈ കൃപയിലേക്ക് ദൈവം തിരഞ്ഞെടുത്തത് തൻ്റെ മഹത്വത്തിന് തന്നെയാണ് എന്ന് ഉറപ്പുള്ള പ്രിയ ദൈവമേ, ആ പ്രാർത്ഥന ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ കണ്ടുവരുന്ന, നമ്മൾ കേട്ടുവരുന്ന, നമ്മൾ പരിചയിച്ചു വരുന്നതിൽ നല്ലതും കൊള്ളാവുന്നതുമാകുന്ന പലതുമുണ്ട്. അതെല്ലാം നിലനിൽക്കട്ടെ. എന്നാൽ ഇന്ന് രാത്രി കാലം നമ്മൾ കണ്ടും കേട്ടും വരുന്നതിൽ ദൈവത്തിൻ്റെ ശക്തിക്കും ദൈവത്തിൻ്റെ മഹത്വത്തിന് ചേരാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി കാലം അതിനെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മനസ്സ് വെച്ചാൽ ഈ രാത്രികാലം ദൈവം മഹത്വം എടുക്കുക തന്നെ ചെയ്യും. അങ്ങനെ മനസ്സുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്, അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ രാത്രികാലം പ്രാർത്ഥനയോടിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, ചില കണക്കു കൂട്ടലുകൾ, ചില വരമ്പുകൾ, ചില അതിർത്തികൾ, അത് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു, അത് ദൈവം വെച്ചിരിക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ദൈവനാമത്തിൻ്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും തടസ്സമായുള്ള ചില അതിരുകൾ, ചില അതിർത്തികൾ, ആമേൻ, അങ്ങനെയുള്ള പലതും ഇന്ന് രാത്രികാലം നീക്കിക്കളയുവാൻ ഞാൻ തയ്യാറായാൽ ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തുക തന്നെ ചെയ്യോ. അങ്ങനെയുള്ളത് ഉണ്ടോ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് ഞാൻ മുമ്പോട്ട് പോകാം. യുദ്ധം മുറുകി വരികയാ. 30 ദിവസം കഴിഞ്ഞു. 40ാമത്തെ ദിവസമായി. ഗോലിയാത്ത് പ്രകോപിതനായി തന്നെ നിൽക്കുകയാണ്. ശൗലാണെങ്കിൽ ആലോചിച്ച് അവൻ ഇനി വളരെ വിഷമത്തിൽ അവനായിരിക്കുകയാ. അവരുടെ ഒരു യുദ്ധതന്ത്രങ്ങളും അവിടെ ജയിക്കുന്നില്ല. അപ്പോഴാണ് കാട്ടിൽ നിന്നും ഒരുവൻ അവിടെ അപ്പവും മലരുമായിട്ടൊക്കെ വരുന്നത്. അവൻ്റെ ജ്യേഷ്ഠന്മാർ തന്നെ ആദ്യം അവനെ സാഹസിച്ചോടിക്കുവാൻ നോക്കി. പക്ഷേ അവൻ അവിടെ നിന്നൊക്കെ ഒരു തരത്തിൽ രക്ഷപ്പെട്ടു. ഒടുവിൽ ശൗലിൻ്റെ അടുക്കലും ഈ വാർത്തയെത്തി. ശൗൽ പറഞ്ഞു, നിനക്കൊന്നും കഴിയത്തില്ല. പക്ഷെ ദാവീദ് 1-2 അനുഭവങ്ങൾ പങ്കുവച്ചു. അങ്ങനെയെങ്കിൽ മനസ്സോട് ദാവീദിനോട് പറഞ്ഞു, യുദ്ധത്തിലേക്ക് നിനക്ക് പോകാം. ഈ നമ്മുടെ രാജ്യത്ത് ചെയ്തു വരുന്നത് പോലെ യുദ്ധത്തിൽ പോകുന്നവർ അണിയേണ്ടുന്ന പടയാളികൾ അണിയേണ്ടുന്ന പടവസ്ത്രമുണ്ട്, ഇതാ നീ ധരിച്ചു കൊള്ളാൻ പറഞ്ഞു. അവൻ ആ പടവസ്ത്രമൊക്കെ ഇട്ട് മുൻപോട്ട് പോയപ്പോൾ അവനിൽ വസിക്കുന്ന ദൈവാത്മാവ് അവനോട് പറഞ്ഞു, ഇത് നിന്റെ അവസാനമായിരിക്കും. അതുകൊണ്ട് അവൻ അതെല്ലാം ബഹുമാനത്തോട് ഊരി മാറ്റി വെച്ചിട്ട് അവൻ പറഞ്ഞു, എനിക്കിതൊന്നും പരിചയമില്ല. എന്നാൽ എനിക്ക് പരിചയമുള്ള 1-2 ഭാഷയുണ്ട്. ഞാൻ ആകാശത്ത് ദൈവത്തിൻ്റെ മഹത്വം കാണുമ്പോൾ, ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുമ്പോൾ ഞാൻ ദൈവത്തിന് സ്തോത്രം പാടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ കവണയുമായി ആ കല്ലുമായി പാളയത്തിലേക്ക് പോയപ്പോ അന്നൊരു വലിയ ജയം അവിടെ ലഭിച്ചു. എങ്കിൽ ഇന്ന് പകൽക്കാലം ചില നാളുകളായി, ചില വർഷങ്ങളായി അന്ന് പ്രയോജനമായിരുന്നു, എന്നാൽ ഇന്ന് പ്രയോജനമല്ലാതായി തീർന്നിരിക്കുന്ന ചില വ്യർത്ഥമായ, ചില പാരമ്പര്യങ്ങൾക്ക് തുല്യമാകുന്ന ചില വ്യവസ്ഥകളെ ഞാനും നിങ്ങളും മനഃപൂർവ്വം ഉപേക്ഷിപ്പാൻ തയ്യാറായാൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരിക തന്നെ ചെയ്യോ. അങ്ങനെ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുമെന്ന് ഉള്ളിന്റെ ഉള്ളിൽ ഉറപ്പുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്. ആ ഉറപ്പുള്ള ദൈവമക്കൾ മാത്രം ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോ ആമേൻ, ദുഷ്ടനാകുന്ന പിശാച് തന്ത്രപൂർവം ഒരുക്കി വച്ചിരിക്കുന്ന ഞാനും നിങ്ങളും അനുകരിച്ച് ഇല്ലാതെ പോകത്തക്ക വിധത്തിൽ അവൻ ഇട്ടിരിക്കുന്ന ചില പദ്ധതികൾ അവന്റെ തലമേൽ തന്നെ അത് വീഴുകയോ ഇന്ന് രാത്രി ജയം
ജയം ദൈവത്തിനുള്ളതെന്ന് സ്വർഗം വെളിപ്പെടുത്തുകയും ചെയ്യും. ആത്മാവിൽ ദൈവമക്കൾ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം. ചില കുഴികൾ ഇന്ന് രാത്രികാല ചിലർ കുഴിച്ചത് അത് നിനക്ക് വേണ്ടി കുഴിച്ചതാ. എന്നാൽ കുഴി കുഴിച്ചവർ തന്നെ കുഴിയിലേക്ക് വീഴത്തക്ക വിധത്തിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരത്തിന്റെ ശക്തി ഈ 8:30 കഴിഞ്ഞ സമയത്ത് ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഈ വചനം ഇവിടെ പ്രകാശിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആത്മനിറവുള്ള ദൈവമക്കൾ ഒരു 5 മിനിറ്റ് ആത്മാവിൽ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ വിശ്വസിക്കുന്നു അനുസരണക്കേടിന്റെ ആത്മാവ് ആകാശമണ്ഡലത്തിൽ വാണരുളുന്ന അനുസരണക്കേടിന്റെ ആത്മാവ് ഇപ്പോഴത്തെ മക്കളിൽ വ്യാപരിക്കുന്ന ആ അനുസരണക്കേടിന്റെ ആത്മാവ് പല രൂപത്തിൽ, പല ഭാവത്തിൽ, പല നിലകളിൽ കടന്നു വന്നിട്ട് ദൈവസഭയുടെ ശക്തിയെ ചോർത്തിക്കളയത്തക്ക വിധത്തിൽ, ദൈവസഭയുടെ ഐക്യതയെ ചോർത്തിക്കളയത്തക്ക വിധത്തിൽ, ദൈവസഭയുടെ മുന്നേറ്റത്തെ തകർക്കത്തക്ക വിധത്തിൽ, ദൈവസഭയുടെ സാക്ഷ്യം ഇല്ലാതാക്കത്തക്ക വിധത്തിൽ അവൻ വെച്ചിരിക്കുന്ന ചില പദ്ധതികളുടെ മേൽ ഈ രാത്രി ജയം ലഭിക്കത്തക്ക വിധത്തിൽ രക്തം ചെയ്യാം. വളരെ സ്പെസിഫിക്കായി ദൈവാത്മാവ് ശക്തിയോടെ കാണിക്കുന്നു. ഈ രാത്രികാല രക്തത്താൽ ചെയ്യാം. ചില കെണികൾ, ചില കുഴികൾ, ഞാൻ പറഞ്ഞല്ലോ, ചില കെണികൾ, ചില കുഴികൾ നിനക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി കുഴിച്ചതാ. എന്നാൽ ഇന്ന് രാത്രി ആ കുഴികളിൽ, ആ കഴുകുമരങ്ങളിൽ ഇന്ന് രാത്രി ആ പദ്ധതി ആവിഷ്കരിച്ചവർ തന്നെ, ഇത് ദൈവത്തിന്റെ ആലോചനയെങ്കിൽ, ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയെങ്കിൽ ഇത് നിലനിൽക്കും. ഇത് മനുഷ്യന്റെ ആലോചനയെങ്കിൽ ആമേൻ, അത് താനേ തകർന്നു പോകും. ഈ രാത്രി നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ചില പ്ലാനുകൾ, ചില പദ്ധതികൾ, ദുഷ്ടനാകുന്ന പിശാച് മനഃപൂർവ്വം ഒരുക്കിയിരിക്കുന്ന ചില പദ്ധതികൾ, ചില പ്ലാനുകൾ വചനത്തിലൂടെ ദൈവാത്മാവനെ സ്പെസിഫിക്കായി കാണിക്കുന്നതുകൊണ്ട് പറയുകയാ. യോർദാനിലെ മരുഭൂമിയിൽ നിന്ന് അവൻ അപ്രത്യക്ഷമായി. പിന്നീട് നാം അവനെ നേരിട്ട് കാണുന്നില്ല. സാത്താനെ പിന്നെ നേരിട്ട് നാം കാണുന്നില്ല. പിന്നെ നമ്മൾ സാത്താന്റെ പ്രവൃത്തികളെ യേശുവിൻ്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കാണുന്നത് മറ്റ് ചില രംഗങ്ങളില്ല. അതിലൊരു രംഗം പത്രോസിനെ സാത്താൻ 1-2 നിമിഷ നേരത്തേക്ക് കിട്ടി. പത്രോസ് യേശുവിനെ സ്വകാര്യമായി വിളിച്ചുകൊണ്ട് തോമസൺ ഹോട്ടലിലെ റൂം നമ്പർ 5 പോയി നല്ല ഒരു ബിരിയാണിയൊക്കെ കൊടുത്തിട്ട് ആമേ യേശുവിനോട് പറഞ്ഞു, നീ പ്ലാനൊക്കെ ഒന്ന് റീറൂട്ട് ചെയ്യണം. നീ ഒന്നും കൂടൊക്കെ, ഞാൻ കുറെ കൂടെ അനുഭവമൊക്കെ ഉള്ള വ്യക്തിയല്ലേ. യേശു പത്രോസിനോട് പറഞ്ഞത് നമുക്കറിയാം. നീ മനുഷ്യനിലുള്ളതാ ചിന്തിക്കുന്നത്. സാത്താനെ, നീ എന്നെ വിട്ട് പോ. എന്നെയും നിന്നെയും ഒക്കെ കൊടുക്കത്തക്ക വിധത്തിൽ അവൻ പല പദ്ധതികളുമായി വരും. അവൻ്റെ പദ്ധതികൾ ഒടുവിലത്തെ ചിലത് നമുക്കറിയാം. കൂട്ടത്തിലുള്ള ഒരുത്തനെ തന്നെ എടുത്തു, യൂദായെ തന്നെ എടുത്തു. ഈ രാത്രി ഈ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് വ്യക്തമായി എന്നോട് ഓർപ്പിക്കുന്നു, ഇതിനകത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന അനേക ദൈവമക്കളുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയല്ല നിങ്ങൾ ഉപവസിക്കുന്നത്. നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾക്കോ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭൗമിക ആവശ്യങ്ങൾക്കോ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മറ്റു വിഷയങ്ങൾക്കോ അല്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഒന്നാമത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഒരു വലിയ കെണിയിൽ, ഒരു വലിയ ദുർഘട സമയത്തിലൂടെ ദൈവസഭ കടന്നു പോകുമ്പോൾ, സഭയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ ലോക്കൽ സഭയെക്കുറിച്ച് അല്ല, മൊത്തത്തിലുള്ള ദൈവസഭയെക്കുറിച്ചാണ്. ദൈവസഭ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ, കണ്ണ് കാണാതെ ചെവി കേൾക്കാതെ ഊമന്മാരായി പലരും തീർന്നിരിക്കുമ്പോൾ, ഇതിൻ്റെ നടുവിൽ ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും കൃപ ലഭിച്ച ദൈവമക്കളെ, നിങ്ങൾ ഉപവസിക്കുന്നത് പോലെ നമ്മളറിയാത്ത 10,000 പേർ
അവിടങ്ങളിലായി മുഴങ്കാൽ ഭാവന് മടക്കാതെ ഉപവസിക്കുന്ന അനേക ദൈവമക്കളുണ്ട്. ഈ പ്രാർത്ഥനകളെല്ലാം കേൾക്കുന്ന ദൈവം ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ആഹാബ് എന്ന് പറയുന്ന ആ രാജ്യവംശത്തിൻ്റെ ആ ഡൈനാസ്റ്റിയെ മുഴുവൻ ഇസ്രായേലിൽ നിന്ന് നീക്കത്തക്ക വിധത്തിൽ ദൈവം പ്ലാനും പദ്ധതിയും ഇട്ടിരുന്നുവെങ്കിൽ, അത് നടപ്പിൽ സ്വർഗം വരുത്തിയെങ്കിൽ, ഈ രാത്രിയിൽ ഉപവസിച്ചു പ്രാർത്ഥിച്ച് ദൈവം മുമ്പാകെ മുഴങ്കാൽ മടക്കുന്ന ദൈവ പൈതലേ, ഒടുവിൽ ജയം ദൈവസഭയ്ക്ക് തന്നെയാ. ഒടുവിൽ ജയം ദൈവസഭയ്ക്ക് തന്നെയാ. പ്രാർത്ഥിച്ചു നിന്റെ മുഴങ്കാലുകൾ തേഞ്ഞെന്ന് വന്നേക്കാ. ഉപവസിച്ചു നിനക്ക് വിറയൽ ഭവിച്ചുവെന്ന് വന്നേക്കാ. ഉപവസിച്ചു നിന്റെ വയറ്റിലെ ഒരുപക്ഷെ ചില അൾസർ പോലും ഉണ്ടായെന്ന് വന്നേക്കാ. സാരമില്ല, ജയം ദൈവം തന്റെ സഭയ്ക്ക് തരത്തക്ക വിധത്തിൽ ഇന്ന് രാത്രി അവന്റെ പദ്ധതികളും അവന്റെ പ്ലാനുകളും ഈ രാത്രി കാലം പൊളിയത്തക്ക വിധത്തിൽ സ്വർഗം ചില പ്രവർത്തികളെ ചെയ്യുകയാ. ദൈവമക്കൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, വ്യർത്ഥവും പൃഥുപാരമ്പര്യവും കൺവെൻഷനുകളും ഉപവാസ പ്രാർത്ഥനകളും സഭായോഗങ്ങളും വീട്ടു പ്രാർത്ഥനകളും യൂത്ത് മീറ്റിങ്ങും സോദരി സമാജവും ഒക്കെ ഈ വ്യർത്ഥവും പൃഥുപാരമ്പര്യവുമായ കൂട്ടത്തിലാകാം. അതിന് യാതൊരു സംശയവുമില്ല. ഞാൻ പെന്തക്കോസ്തിൽ ജനിച്ചു വളർന്ന ഒരു സഹോദരനാകൊണ്ടും 40 വർഷം ലോക്കൽ സഭകളിൽ ശുശ്രൂഷിച്ചതുകൊണ്ടും ഞാൻ ഈ പുൾപ്പിറ്റിൽ നിന്ന് സത്യമായി ദൈവമക്കളോട് പറയട്ടെ, ഇതിനകത്ത് യാഥാർത്ഥ്യവുമുണ്ട്. ഇതിനകത്ത് യാഥാർത്ഥ്യത്തെക്കാൾ കൂടുതൽ ഒത്തിരി അപായകരമായ കാര്യങ്ങളുമുണ്ട്. ഇന്ന് രാത്രി എനിക്ക് ദൈവമക്കളോട് പറയുവാനുള്ളത്, സത്യമായതും ഘനമായതും നിർമ്മലമായതും നീതിയായതും രമ്യമായതും സൽഗുണമോ സൽകീർത്തിയോ ആയതൊക്കെയും ധ്യാനിച്ച് ദൈവത്തിന് മഹത്വം വരുന്നത് എന്തോ അതിനെ നീ മുറുകെ പിടിക്കുക. മനുഷ്യർ എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യർ കാണേണ്ടതിന് ഉപവസിക്കുന്ന ഉപവാസമല്ല, ദൈവം മുമ്പാകെ നീ ഉപവസിക്കുന്ന ഉപവാസം. അതിന് സ്വർഗം മറുപടി തരിക തന്നെ ചെയ്യൂ. ഞാൻ വായിച്ച വചനത്തോട് മൊത്തം എനിക്ക് നീതി പുലർത്താൻ കഴിയത്തില്ലെങ്കിലും വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ പഴയ നടപ്പിൽ നിന്ന് ദൈവം നമ്മെ ജീവനുള്ള ഒരു വഴിയിലേക്ക് കൊണ്ടുവന്ന് ഈ ജീവന്റെ വഴിയിൽ തന്നെ നടന്ന് ദൈവത്തെ ആരാധിപ്പാൻ വിളിക്കപ്പെട്ട എൻ്റെയും നിങ്ങളുടെയും ക്രിസ്തീയ ജീവിതത്തെ പിന്നെയും വ്യർത്ഥവും പിതൃപാരമ്പര്യവുമാകുന്ന പഴയ നടപ്പിന് തുല്യമായ നിലയിലേക്ക് ആക്കി തീർക്കത്തക്ക വിധത്തിലുള്ള ദുഷ്ടന്റെ പദ്ധതികളെ ഞാനും നിങ്ങളും തിരിച്ചറിഞ്ഞ് അതിനെ മേൽ ജയമെടുക്കണമെന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ ജയം ആഗ്രഹിക്കുന്ന ദൈവമക്കൾക്ക് സ്വർഗം ജയം തരിക തന്നെ ചെയ്യും. ആ ജയം നമ്മുടെ ദൈവത്തിന്റെ കരങ്ങളിലുണ്ട്. അതെന്റെ അവകാശമാണെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ മാത്രം ആ കരമൊന്ന് ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയണം. ഞാൻ അടുത്തത് അത് ഒന്ന് മനസ്സിലാക്കാൻ ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞു ഈ വചന ശുശ്രൂഷ ഇവിടെ നിർത്താം. ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്യാൻ പറഞ്ഞു. അത് സാധാരണ ഇസ്രായേലിലെ ഉപവാസം പോലല്ല, അത് രാജഗൃഹത്തിലെ ഉപവാസമാണ്. ആഹാബും അതിൻ്റെ കോഓർഡിനേറ്റർ ഇസബേൽ തന്നെയാണ്. ഭയങ്കര ഉപവാസം. ആമേൻ. ലോകം മുഴുവൻ വാർത്ത അറിയിച്ചു കഴിഞ്ഞു. അങ്ങനെ ഉപവസിച്ച സന്ദർഭത്തിൽ അവിടെ ഒരു നിർദോഷിയായ ഒരു വിശുദ്ധനെയും അവിടെ കൊണ്ടാക്കി. നാബോ അവനെതിരെ സാക്ഷ്യം പറയുവാൻ, എൻ്റെ ഭാഷയിൽ പറയുകയാ, 2 സെൻട്രൽ പാസ്റ്റർമാരെ കൂടെ കൊണ്ടുവന്നു. നിങ്ങൾ എന്നോട് കോപിച്ചാൽ മതി, നിങ്ങളുടെ പാസ്റ്ററോട് കോപിക്കേണ്ട. അവർ 2 പേരും എഴുന്നേറ്റ് പറഞ്ഞു, ഇവൻ യഹോവയ്ക്കും മോശയ്ക്കും ഒക്കെ വിരുദ്ധമായി പറഞ്ഞു. സംഗതിയെല്ലാം എക്സിക്യൂട്ടീവ് ചെയ്തു. ആ വർഷം നല്ല ചീരകൃഷി ചെയ്തു. ചീരകൃഷിയുടെ അവാർഡും ഇസബേലിന് കിട്ടി. അവൾ ഓർത്തത് കൊച്ചുമക്കൾക്ക് അച്ചാറിട്ട് കൊടുക്കാമെന്നാണ് ഓർത്തത്. പക്ഷേ സ്വർഗം എല്ലാ മൗനവും വെടിഞ്ഞ് സ്വർഗം എഴുന്നേറ്റു. സ്വർഗം പറഞ്ഞ മാർജനം ദൈവമക്കൾക്കറിയാം. നിന്റെ രക്തം നക്കുന്നത് നായ്ക്കളായിരിക്കും, വേശ്യമാർ കുളിക്കുന്ന വെള്ളം കൊണ്ടായിരിക്കും നിന്റെ ഒടുവിലത്തെ കഴുകൽ. ഇന്ന് രാത്രികാലം വ്യർത്ഥമായ ചില പൃഥു പാരമ്പര്യങ്ങൾ ഇനി അത് വാഴുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഇനി അത് തലപൊക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല.
ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, കതിരും പതിരും ദൈവം തെളിയിക്കും. ഞാൻ വിശ്വസിക്കുന്നു, പകലും രാവും ദൈവം വേർതിരിച്ചുവെങ്കിൽ, കടലും കരയും ദൈവം വേർതിരിച്ചുവെങ്കിൽ, പുരുഷനെയും സ്ത്രീയെയും ദൈവം സൃഷ്ടിച്ചുവെങ്കിൽ, എബാൽ പർവ്വതവും ഗിർസയും പർവ്വതവും ദൈവം സ്ഥാപിച്ചുവെങ്കിൽ, ഇന്ന് രാത്രി സ്വർഗം തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുക. ആ ദൈവപ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം, പ്രായമുള്ളവർ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. എഴുന്നേൽപ്പാൻ കൃപയുള്ളവർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. ഇന്ന് രാത്രി ദൈവജനം എഴുന്നേറ്റ് നിന്ന് ദൈവസന്നിധിയിൽ കേട്ട വചനം ധ്യാനിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആത്മീയമെന്ന് തോന്നുന്ന, ഗുണമെന്ന് തോന്നുന്ന, നല്ലതെന്ന് തോന്നുന്ന, അപ്പോൾ തന്നെ ദൈവസഭയെ ഒറ്റിക്കളയത്തക്ക വിധത്തിൽ, ദൈവസഭയെ ഒന്നടങ്കം ആമേൻ ഇല്ലായ്മ ചെയ്യത്തക്ക വിധത്തിൽ വശീകരണത്തിൻ്റെ ആത്മാവായി നശീകരണത്തിൻ്റെ മാർഗത്തിലൂടെ വേഷം മാറി ആളുമാറി വരുന്നത് പോലെ ആമേൻ ദൈവജനത്തെ നശിപ്പിക്കത്തക്ക വിധത്തിൽ പദ്ധതിയും പ്ലാനും ഇട്ട് ആമേൻ നാനാ ഭാഗത്തേക്ക് ഊടാടി സഞ്ചരിക്കുന്ന ആ ദുഷ്ടാത്മാവിനെ പോലെ ഊടാടി സഞ്ചരിച്ച് തൻ്റെ വൃതന്മാരെയും തൻ്റെ വിശുദ്ധന്മാരെയും തെറ്റിക്കത്തക്ക വിധത്തിൽ വാദിച്ചും തർക്കിച്ചും കൊണ്ട് നിൽക്കുന്ന ആ പൈശാചിക ശക്തികളെ ബന്ധിക്കുവാൻ ഇന്ന് രാത്രി സ്വർഗം നിനക്ക് അധികാരം തന്നിട്ടുണ്ട്. ഇന്ന് രാത്രി കാലം ആ പൈശാചിക ശക്തികളെ രാത്രികാല നിന്റെ ശരീരത്തിന്റെ മേലോ, നിന്റെ ആത്മാവിന്റെ മേലോ, നിന്റെ മനസ്സിന്റെ മേലോ, നിന്റെ ചിന്തകളുടെ മേലോ ആമേൻ അടക്കി വാഴുമെന്ന് പറഞ്ഞ് തന്റെ പദ്ധതികളും ആലോചനയുമായി വന്ന ആ പദ്ധതികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം പരാജയപ്പെട്ടു പോകട്ടെ. ഇന്ന് രാത്രികാലം തീയിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് ഇന്ന് രാത്രി പൊന്തി വരുന്നത് പോലെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരട്ടെ. ഇന്ന് രാത്രി ദൈവശക്തി വെളിപ്പെട്ടു വരട്ടെ. ഒരു 2 മിനിറ്റും കൂടെ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കണം. ഇന്ന് രാത്രി ഒരു പുതിയ അഭിഷേകം ഈ ആരംഭ രാത്രിയിൽ തന്നെ സ്വർഗം നിനക്ക് തരികയാ. നിന്റെ കയ്യിൽ സ്വർഗം തന്ന മഴു, നീ ഏറ്റെടുത്ത മഴു ഇന്ന് രാത്രി നീ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോ ആ വെള്ളത്തിൽ വീണതുപോലെ ശുശ്രൂഷയെ പൂർത്തീകരിക്കാൻ കഴിയാതെ ഇന്ന് രാത്രി കാല ശുശ്രൂഷകളുടെ മേൽ അവകാശം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ ശക്തി യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നീങ്ങി പോകട്ടെ. എഴുന്നേറ്റ് ശുശ്രൂഷിക്കത്തക്ക വിധത്തിൽ, എഴുന്നേറ്റ് പ്രകാശിക്കത്തക്ക വിധത്തിൽ, ഇന്ന് രാത്രി ഓടി നടന്ന് ശുശ്രൂഷിക്കത്തക്ക വിധത്തിൽ, ഇന്ന് രാത്രി ഒരു തീപ്പന്തം പോലെ നീ പ്രകാശിക്കത്തക്ക വിധത്തിൽ കിഴക്കോട്ടും പടിഞ്ഞാട്ടും വടക്കോട്ടും തെക്കോട്ടും നീ പരക്കത്തക്ക വിധത്തിൽ ഇന്ന് രാത്രി കൃപയുടെ ഒരാത്മാവ് അതിരുകളെ ഭേദിക്കുന്ന എല്ലാ മാനുഷിക കണക്കു കൂട്ടലുകളെയോ ഇന്ന് രാത്രി കാലം ഇല്ലായ്മയാക്കുന്ന ദൈവശക്തി ഈ നിമിഷത്തിൽ തന്നെ ആ ദൈവകൃപയുടെ ശക്തി വ്യാപരിക്കട്ടെ.